അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ഫെഡറൽ നിയമപാലക ഏജൻസികളുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. സാധാരണയായി കുറ്റകൃത്യങ്ങൾ തടയുകയും നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഏജൻസികൾ ഇപ്പോൾ കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിലും റെയ്ഡുകൾ നടത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതൊരു പുതിയ നയത്തിന്റെ ഭാഗമാണ്. FBI പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. തീവ്രവാദം, സൈബർ കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന് കടത്ത തുടങ്ങിയ ഗൗരവമേറിയ കേസുകൾ അന്വേഷിച്ചിരുന്ന FBI ഏജന്റുമാർ ഇപ്പോൾ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തോടൊപ്പം ചേർന്ന് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും നാടുകടത്താനും ശ്രമിക്കുകയാണ്. ഈ മാറ്റം 2025 മാർച്ചിലാണ് ആരംഭിച്ചത്. പ്രധാനപ്പെട്ട FBI ഓഫീസുകളിൽ, അതായത് അറ്റ്ലാന്റ, ന്യൂയോർക്ക്, ലോസ് ഏഞ്ചലസ്, ബാൾട്ടിമോർ എന്നിവിടങ്ങളിൽ ഏകദേശം പകുതിയോളം FBI ഏജന്റുമാരെ കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കാൻ മാറ്റി നിയമിച്ചിട്ടുണ്ട്. മൊത്തം ഏകദേശം 13,000 FBI ഏജന്റുമാരിൽ 3,000 പേരെ ഈ ജോലിക്ക് നിയോഗിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ സംഖ്യ ഇതിലും കൂടുതലായിരിക്കാം. ഈ വർഷം 1 മില്യണിലധികം അറസ്റ്റുകൾ നടത്താൻ ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നുണ്ട്. ഈ ലക്ഷ്യം നിറവേറ്റാൻ മറ്റ് നിയമപാലക ഏജൻസികളുടെയും സഹായം തേടുന്നു. ഈ മാറ്റം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് പലരും ആശങ്കപ്പെടുന്നുണ്ട്. കുടിയേറ്റക്കാരെ പിടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ മറ്റ് പ്രധാന അന്വേഷണങ്ങൾ മുടങ്ങിയിരിക്കുകയാണ്. ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയിൽ നടത്തുന്ന ചാരവൃത്തിക്കെതിരെയുള്ള അന്വേഷണങ്ങൾ FBI നിർത്തിവെച്ചു. ബാൾട്ടിമോറിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണങ്ങൾ നടത്തിയ ഒരു ഓൺലൈൻ ശൃംഖലയെക്കുറിച്ചുള്ള അന്വേഷണം FBI അവസാനിപ്പിച്ചു. സൈബർ കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ മറ്റ് ഗുരുതരമായ കേസുകളിലെ അന്വേഷണങ്ങളും നിർത്തിവെച്ചിട്ടുണ്ട്. ഈ മാറ്റം FBI-യിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ, US മാർഷൽസ് തുടങ്ങിയ ഏജൻസികളിലെ ഉദ്യോഗസ്ഥരും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മൊത്തം 28,000 ഫെഡറൽ ഏജന്റുമാരെയാണ് ഈ മാറ്റങ്ങൾ ബാധിച്ചിരിക്കുന്നത്. കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥരെ പോലും കുടിയേറ്റ ജോലികൾക്ക് നിയോഗിച്ചിട്ടുണ്ട്. പുതിയ പ്രവർത്തനങ്ങളിൽ FBI ഏജന്റുമാർക്ക് അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. ഗുണ്ടാ സംഘങ്ങൾ, കുറ്റകൃത്യങ്ങൾ, തീവ്രവാദം എന്നിവയെ നേരിടാനാണ് തങ്ങളെ നിയമിച്ചതെന്നും അല്ലാതെ കുടിയേറ്റക്കാരെ റെയ്ഡ് ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും അല്ലെന്നും അവർ പറയുന്നു. പഴയ FBI ഉദ്യോഗസ്ഥർ പറയുന്നത് FBI ഏജന്റുമാർ അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്നും റെയ്ഡ് നടത്താനുള്ളവരല്ലെന്നുമാണ്. ഡെമോക്രാറ്റിക് സെനറ്റർമാർ ഈ വിഷയത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. FBI ഡയറക്ടർ കാഷ് പട്ടേലിന് അയച്ച കത്തിൽ ഈ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സുരക്ഷയെ അപകടത്തിലാക്കുമെന്ന് അവർ പറഞ്ഞു. എന്നാൽ ഈ മാറ്റങ്ങൾ ദേശീയ സുരക്ഷയെ ബാധിക്കില്ലെന്ന് ഡയറക്ടർ കാഷ് പട്ടേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുനർനിയമനങ്ങൾ അമേരിക്കയെ കൂടുതൽ സുരക്ഷിതമാക്കുമോ അതോ അപകടകരമായ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുമോ എന്ന ആശങ്ക പൊതുജനങ്ങളിൽ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോഴത്തെ ഏജൻസികളുടെ പ്രവൃത്തികളിൽ ഭരണകൂടം പറയുന്നത് ഏറ്റവും അപകടകാരികളായവരെയാണ് ലക്ഷ്യമിടുന്നതെന്നാണ്. എന്നാൽ കണക്കുകൾ പറയുന്നത് മറ്റൊന്നാണ്. അറസ്റ്റിലായവരിൽ വെറും 7% പേർ മാത്രമാണ് അക്രമ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളിൽ ശിക്ഷ ലഭിച്ചിട്ടുള്ളത്. 65 പേർക്ക് ഒരു കുറ്റകൃത്യത്തിലും ശിക്ഷ ലഭിച്ചിട്ടില്ല. ICE 59,000 പേരെ തടവിലാക്കിയിരിക്കുന്നു. ഇത് അവരുടെ ശേഷിയുടെ 140%. പ്രതിവാര അറസ്റ്റുകൾ 79% പേർക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല. മുമ്പ് സ്കൂളുകൾ, ആശുപത്രികൾ, പള്ളികൾ, കോടതികൾ എന്നിവിടങ്ങളിൽ ICE നടപടികൾക്ക് പരിധി നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് വഴി അഭൂതപൂർവമായ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. കുടിയേറ്റ നിയമ നടപടികൾക്കായി $170.1 ബില്യൺ അനുവദിച്ചു. ഇത് ICE ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്ന ഫെഡറൽ നിയമപാലക ഏജൻസിയാക്കി മാറ്റിയിരിക്കുകയാണ്. സുപ്രീം കോടതി ചില കടുത്ത നടപടികൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. വംശം, ഭാഷ, തൊഴിൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കുടിയേറ്റ ഏജന്റുമാർക്ക് ആളുകളെ തടവിലാക്കാമെന്ന് കോടതി വിധിച്ചു. എന്നാൽ ഫെഡറൽ ജഡ്ജിമാർ ഭരണഘടനാപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു ജഡ്ജി പറഞ്ഞത് റെയ്ഡുകൾ ഭരണഘടനയെ ലംഘിക്കുന്നതായി ഒരു വലിയ തെളിവുണ്ടെന്നാണ്. ഈ നിയമ നടപടികൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. ചില സർവേകളിൽ 54% ആളുകൾ നാടുകടത്തൽ നയങ്ങളെ പിന്തുണയ്ക്കുന്നു. എന്നാൽ പ്രതിഷേധ സമയങ്ങളിൽ 56% ആളുകൾ ഇതിനെ എതിർക്കുന്നു. മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലെ റിപ്പബ്ലിക്കൻ പ്രതിനിധികൾ പോലും യഥാർത്ഥ കുറ്റവാളികൾ ലക്ഷ്യമിടാതെ കഠിനാധ്വാനം ചെയ്യുന്ന കുടിയേറ്റക്കാരെ ലക്ഷ്യമിടുന്നതിനെ വിമർശിക്കുന്നുണ്ട്. ഈ നിയമ നടപടികൾ വലിയ സാമൂഹിക, സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. തടവറകളിൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. തടവുകാർ തറയിൽ കിടന്നുറങ്ങേണ്ടി വരുന്നു. കുടിയേറ്റ സമൂഹങ്ങളിൽ ഭയം നിറയുന്നു. ഇത് പൊതുജീവിതത്തിൽ അവരുടെ പങ്കാളിത്തത്തെ ബാധിക്കുന്നു. കൃഷി, നിർമ്മാണം, ഹോട്ടൽ, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ റദ്ദാക്കുകയും നാടുകടത്തപ്പെടുകയും ചെയ്യുന്നു. ഭരണകൂടം പുതിയ സംവിധാനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. FBI, ICE ഓഫീസുകളിൽ കുടിയേറ്റക്കാരെ നാടുകടത്താൻ സഹായിക്കുന്ന ഒരു ഹോംലാൻഡ് സെക്യൂരിറ്റി ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ നിർദ്ദേശമുണ്ട്. കുടിയേറ്റ നിയമ നടപടികൾക്കായി കൂടുതൽ ആളുകളെ നിയമിക്കുന്നതിനായി ICE ഇതര ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം നിർത്തിവെക്കാൻ ഫെഡറൽ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുടിയേറ്റ നിയമ നടപടികൾക്ക് മുൻഗണന നൽകുന്നത് ദേശീയ സുരക്ഷ, പൊതുസുരക്ഷ, ഭരണഘടനാപരമായ അവകാശങ്ങൾ എന്നിവയിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ എന്ത് ഫലമുണ്ടാകുമെന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രതിദിനം 3,000 പേരെ അറസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇത് ആദ്യത്തെ ലക്ഷ്യത്തേക്കാൾ 3 ഇരട്ടിയാണ്. മറ്റ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നേരിടാനുള്ള ഫെഡറൽ സർക്കാരിന്റെ കഴിവ് ഇത് ദുർബലപ്പെടുത്തുന്നു എന്ന് വിമർശകർ പറയുന്നു.